ഹാപ്പിയാ പപ്പ. പപ്പ പൊക്കോ, ഞാൻ വരാം. അവൻ വരുമോ അതോ? എന്നാലും അങ്ങേര് എന്തൊരു വൃത്തികെട്ട മനുഷ്യനാ. കാര്യം പുള്ളി പ്ലേ ബോയ് ഒക്കെ ആയിരിക്കാം, പക്ഷെ പുള്ളിനെ കംപ്ലീറ്റ് ആയിട്ട് കുറ്റം പറയാൻ പറ്റില്ല വൈശേട്ടാ. എന്നാ പിന്നെ ഞാൻ നിന്റെ അപ്പനെ പറയാം. അതല്ല, അച്ഛൻ നിങ്ങളോടല്ലാണ്ട് വേറെ ആരോട് പറയാനാണ് ഈ ആഗ്രഹം? പിന്നെ അത് മേടിച്ചടിക്കല്ലേ? പ്രേമ കണ്ണിക്കണ്ട സാധനമൊക്കെ വാങ്ങിച്ചടിച്ച് കൊഞ്ചാവല്ലേ? ഇപ്പൊ അതൊന്നും വർക്കാവില്ല. എടാ ഷംസു ഇല്ലേ, ഇവനെപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങി? യോ, സിംഹത്തിന്റെ പ്രൈവറ്റ് പാർട്ടിയിലേക്കാണല്ലോ പപ്പ അവൻ പോയിരിക്കണേ. എന്താണ് അവന്റെ പേര്? നീ ഇപ്പൊ വന്നേ, എന്താ പ്രശ്നം? മോളെ, നീ നിന്റെ തന്തപ്പടിയും കൂടെ എന്നെ വേഷം കെട്ടിച്ചേ. എടാ അങ്ങനെ എടുത്തിട്ട് ഞാൻ അറിയില്ലേ. നീ ഒന്ന് പോടാ, ഓ ഞാൻ വന്നോളാം. ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയത്? അതവിടെ എവിടെ കിടന്നു? അതെ, ഞാൻ പോയിട്ട് വരാം, എനിക്ക് അർജന്റായിട്ട് കളിക്കാൻ നിക്കല്ലേ, 5 മിനിറ്റേ ഉള്ളൂ. 5 മിനിറ്റ് വന്നില്ലെങ്കിൽ നമ്മള് നോക്കണം. പിടിച്ചേ, ഞാനിപ്പോ വരാം. ഇതെനിക്ക് തിരിച്ചു വരുമെന്തോ. നോക്കിക്കോ, ഒന്ന് പിടിക്കടോ. അതാ വരുന്നു. എവിടെ പിടിക്കണ്ടേ? പെയിൻ ഉണ്ടോ? കുഴപ്പമില്ലടാ. മോളെ, പന്തൽ പണിക്കാർ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വന്നിട്ടുണ്ട്. കേറിക്കോട്ടെ? കേറിക്കോ. എങ്ങോട്ടെങ്കിലും. സെറാ, നീ ചുമ്മാ തമാശ കളിക്കല്ലേ. ഞാൻ നിന്നൊന്ന് കാണാൻ വന്നല്ലേ, നീ ഒന്ന് അടങ്ങ്. നമുക്ക് എന്താ വെച്ചാൽ പ്ലാൻ ചെയ്യാം. നീ പ്ലാൻ ചെയ്തതൊക്കെ ഞാൻ കണ്ടു, ഇനി ഞാൻ പ്ലാൻ ചെയ്യാം. വാ ഭവിഷ്യേട്ടാ, 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 പോണ്ടേ വാ. എന്തോ ഓഫാവുന്ന? അല്ല, ജസ്റ്റ് അങ്ങോട്ട്. നീ എന്ത് ഇവിടെ കൊണ്ട്? എടാ പറ്റിപ്പോയി, പ്ലീസ്. പ്ലീസ്ടാ. അതെ, ഇപ്പൊ എന്തായാലും ആ വഴി പോണ്ട. അവിടെ ഒരു മതിൽ കാണുന്നില്ലേ? അല്ല, കാറ് കാണുന്നില്ലേ? ആ കാറ് അടി അപ്പുറത്ത് പോ, ഞങ്ങൾ മതിൽ വെച്ച് വരാം. സമയമില്ല, വന്നടാ. എന്റെ കൂടെ കൈ അവളെ കിട്ടിയ തുണ്ടെന്നുണ്ടാക്കിക്കളെ. അല്ല പിന്നെ ആ പന്തൽ പണിക്കാരാ റൂമിൽ കയറിയായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ അവരെന്തിനാ റൂമിൽ കയറുന്നത്? അതിനകത്ത് അവരുടെ ഒന്നും ഇരിപ്പില്ലല്ലോ. അച്ചായ, ദേ ആ പോകുന്ന ചെക്കനാണോന്നൊരു സംശയമുണ്ട്. അവന്മാരോ? അവൻ തന്നെ. ദേ പുറകിൽ വിളിയിട്ട് തിരിഞ്ഞു നോക്കണ്ട. പെട്ടെന്നോടെ എസ്കേപ്പ് മോഡാണ്. താക്കോൽ സാമിന്റെ കയ്യില. അടി വരുന്നത് വേഗം നോക്കണം. മിണ്ടായിരുന്നു സാമ.
ഇവിടെ ഉണ്ട്. തരവഴി കാണിച്ചിട്ടില്ല. എടാ ഒരു പ്ലാനില്ലാതെ പിന്നെ മാങ്ങ ഉറക്കിയാ നിങ്ങൾ അങ്ങോട്ട് പോയത്? എന്നോട് ചോദിക്കുന്നതിന് അവനോട് ചോദിക്കും. അല്ല പെട്ടെന്ന് ഈ എൻഗേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവളാകെ പാനിക്കായി. പിന്നെ ഞാൻ ഈ ഒരു വഴിയേ കണ്ടുള്ളൂ അവളൊന്ന് സമാധാനിപ്പിക്കാൻ. ഞാൻ അവനോട് മര്യാദയ്ക്ക് വെച്ചതാ ഫോൺ വിളിച്ച് സമാനിപ്പിച്ചാ പോരെന്ന്. പക്ഷെ അവനത് പോരാ. ഈ നാരോ സ്കെപ്പ് കേട്ടിട്ടുണ്ടോ? ആ കേട്ടല്ലേ ഉള്ളൂ. ഇന്നലെ ഞാനത് ഈ കണ്ടു. എന്റെ അമ്മാവൻ അമേരിക്കയിൽ നിന്ന് അടുത്ത മാസം വന്നിട്ടേ ഒരു ഐഫോൺ 16 കൊണ്ടുവരാൻ പറയട്ടെ. വേണ്ട വേണ്ട വേണ്ട. ഇത്രയും റിസ്ക് എടുത്തോടെ കേറി. ഞാനേ രാത്രി വിളിക്കാം. ഓ വേണ്ടേ. നീ പറയുന്ന പോലെ ഷടപടയിൽ നടക്കുന്ന കാര്യമല്ല. അവന്മാരെല്ലാരും കൂടി അടപടലങ്ങ് പോരും. പിന്നെ ഞാൻ അവളെ കൊണ്ട് ഇവിടെ പോകും. എടാ, അവൾ അവിടെ ഇത്രയും ആൾക്കാരോട് ഒറ്റക്ക് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക. അതാ ഞാനീ പറയണേ. അളിയാ നീ അളിയ ഇന്ന് വൈകുന്നേരം കളിയുണ്ട്. ഷാനെ ആ ഏതാണോ കൊച്ചു? ആ അത് മുതലാളിയുടെ റഡാർ കിട്ടിക്കാണില്ല. നീ രാവിലെ ജോയിൻ ചെയ്താ പ്രിയ. ഞാനിപ്പോ വരാട്ടാ. പ്രിയ ഹായ്. ഹലോ. പരിചയപ്പെടാൻ പറ്റിയില്ല. ഞാൻ സാമല്ലേ, എനിക്കറിയാം. ആളെ പറ്റി അത്ര വെടിപ്പ് റിപ്പോർട്ടല്ലല്ലോ മൊത്തത്തില്. യോ അവിടെ സ്ഥിരം നമ്പർ തന്നെ. അമേരിക്കയിൽ അമ്മാവൻ. ആ സതീഷും വല്ലതും പറഞ്ഞായിരുന്നു. ആ പക്ഷെ ഞാനത് വിശ്വസിച്ചിട്ടില്ല. ആ അപ്പൊ പ്രിയ ആണല്ലേ സതീഷിനൂടെ US ലോൺ സൈറ്റിൽ പോണല്ലേ? ഷിക്കാഗോ. ആർ യു ഡൺ ഫോർ ദ ഡേ? ഒറ്റയ്ക്കാണ്? ഞാൻ വേണമെങ്കിൽ കൊണ്ടുപോകട്ടോ. ഇല്ല സതീഷ്. ആ ഈ കോഴിയാ കുറച്ച് വിന്റർ ക്ലോത്ത്സ് എടുക്കാൻ വേണ്ടി കൂടെ വരുമോന്ന് ചോദിച്ചിരുന്നു. പ്രിയ ആ പോവാ. ഓക്കെ. സാമേ ആ ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടോ? വാട്സപ്പ് ഒന്ന് ചെക്ക് ചെയ്യണേ. ഓ പോം. സതീഷാ മയിലേ. ഊണിയതവന്റെ അപ്പനത് രണ്ടു മകരങ്ങളാ. ആ ഇന്നലെ അവനെ പറഞ്ഞ് മനസ്സിലാക്കപ്പെട്ട പാടെ എനിക്ക് അറിയുള്ളൂ. ഞങ്ങള് അവളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണമെന്ന് ഞാൻ ഈ പപ്പയോട് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. കാര്യങ്ങൾ കൈവിട്ടായി ഉറപ്പാണേ. ഞാൻ മറുപടി ചേട്ടൻ നീ ഒന്ന് സമാനപ്പെടേ. എന്റെ ചാച്ച അവന് ഡൗട്ട് അടിച്ചപ്പോ ഒരു വിധത്തിലെ ഞാൻ അടക്കി നിർത്തിയത്. അതിന്റെ ഇടക്കൂടെ അവളുടെ ഒരു മതിലിയാട്ടം. ഇതിപ്പോ അവള് ചാടിയതാണെന്ന് റോണിക്കറിയില്ലല്ലോ. ആ അറിഞ്ഞ പിന്നെ കാണായിരുന്നു. എന്നെ കോപ്പാണ് പെണ്ണു പിടിക്കാത്ത പുണ്യാളൊന്നും അല്ലല്ലോ അവൻ. ഒന്ന് പോടാവേ. പപ്പ അവളെ ഒന്നകത്തി പോയേ അങ്ങനെ സംസാരിച്ചോ. ചെല്ലേ ഒന്ന് പിടിച്ചേടാ. നിങ്ങൾ സംസാരിക്കും. നീ എന്നാത്തിനാ വെറുതെ ചേട്ടായിയുടെ മെക്കിട്ട് കയറുന്നേ? അവൻ പറഞ്ഞ പോലെ എല്ലാം തൽക്കാലം സേഫാ. പക്ഷെ ഇനി ഒരിക്കൽ കൂടി അവളെ അന്വേഷിച്ച ഒരാളിവിടെ കാലുകുത്താൻ പാടില്ല. അതിനുള്ള എന്താ ചെയ്തേക്കണം. അവളാണെങ്കിൽ വായിക്കൊള്ളിട്ട് കുത്തിയാലും ഒരു മണ്ണും പറയത്തുമില്ല. ഇവന്മാരെ കണ്ടിട്ടുള്ള വേറെ ആരാളല്ലേ നമ്മുടെ കൂട്ടത്തില്?